ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഞാനും കുളിച്ചൊക്കെ കഴിഞ്ഞു. ഒരു സ്ഥലത്ത് പോകാനുണ്ട്, നമുക്ക് കൊടുങ്ങല്ലൂർക്ക് പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ലാബിൽ പോകണം, പിന്നെ ബൊട്ടിക്കിലും പോകാനുണ്ട് ഗൈസ്. അപ്പോൾ ദേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചട്ടപ്പടയുന്നായിരുന്നു, അതേ വേഗം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ദേ നമ്മുടെ ബൊട്ടിക്കിലേക്ക് പോകണം, നവയിലേക്ക് പോകണം. നമ്മുടെ തോന്നുന്നു കഴിഞ്ഞ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ കാണുന്നവരാകുമ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിന്റെ ഒരു ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട്. അത് ഞാൻ എടുത്തത് നമ്മുടെ നവയെന്നാണ്. അപ്പൊ അവിടുന്ന് എനിക്ക് 1-2 ഡ്രസ്സ് നോക്കാനുണ്ട്. കല്യാണമൊക്കെ വരുന്നുണ്ട്, നോക്കിക്കോട്ടെ. കാരണം എന്റെ അടുത്ത് ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് എനിക്ക് കീർത്ത ചേച്ചി ചുരിദാർ ഇടണം, ചുരിദാറാണ് രസം എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി എന്റെ കയ്യിൽ ചുരിദാറുകളൊന്നുമില്ല, കുറച്ച് ജീൻസിന്റെ ടോപ്സും സംഭവങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. അല്ല, ഞാൻ അടുത്തിരിക്കുന്നുണ്ടാ. ഇല്ലാതെ ഫോൺ എന്റെ നേരല്ല എനിക്ക് അടുത്തല്ല വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാ. അപ്പൊ പിന്നെ എന്തിട്ടാ, പിന്നെ എനിക്കൊരു ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. കാരണം ഞാനിങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ തൈറോയിഡ് എങ്ങാനുണ്ടോ നോക്കണം, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട് എനിക്ക് പോണത് അലീഷ DDRസിലാണ്. അവിടെ പോയിട്ട് ബ്ലഡും ഹീമോഗ്ലോബിനും തൈറോയിഡും പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ബൊട്ടിക്കിലേക്ക് പോകട്ടോ. അവിടെ ഇപ്പൊ ആ ചേട്ടനായിട്ട് നമ്മള് നല്ല കമ്പനിയാണ്. ചേട്ടൻ പറഞ്ഞു പുതിയ ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട്, വന്ന് നോക്കൂ ഹീത്തു എന്ന് പറഞ്ഞപ്പോ നോക്കല് മാത്രം ഉണ്ടാവുള്ളൂ, എനിക്ക് വാങ്ങിച്ചില്ലേ. അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് നന്നു ആണ്. നന്നു ഹായ്. നന്നിന്റെ വായിലെന്നിട്ടാ ആപ്പിളാണ്. ഓക്കെ, നമ്മളെ അല്ലൂസിനെ നമ്മള് വീട്ടിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ആണെങ്കിൽ പെണ്ണമ്മായും വില്ലേച്ചും പാർക്കുട്ടിയൊക്കെ ഉണ്ട്. ചേച്ചിയും ചേട്ടനാണെങ്കിൽ ഇതേപോലെ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിന്ന് നന്നൂന് എടുത്തപ്പോ നന്നൊന്ന് ഒരുങ്ങാണോ. നന്നു മുടിയൊക്കെ ഈരിയാക്കി, നമ്മളൊരു സ്ഥലത്തേക്ക് പോവല്ലേ, വേഗം ഈരിയാക്കി മുടി കണ്ടാ. ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അയ്യോ എന്നെ വെള്ളേ ചെക്കനെ കണ്ട. അപ്പൊ എന്ത് ഭംഗിയിലാണ് മുടി ഇരിച്ചിട്ടുള്ളത്. ബേബി വിളിച്ചേ, നന്നു ബേബി വിളിച്ച്, നന്നു ബേബി വിളിക്കേ, ബേബി വിളിക്ക് നന്നു. നല്ല രസത്തിലാണ് ബേബി വിളിക്കും. അതിനു ബേബി വിളിക്ക്, അമ്മയെ വിളിച്ച പിന്നോ. അതെ, ഐനൂസ് എന്ത് സംസാരിക്കുമ്പോൾ ഇപ്പൊ അമ്മ അച്ഛ അങ്ങനെ വിളിക്കുമ്പോഴായാലും അവനൊരു ഏറ്റവും ലാസ്റ്റ് ഒരു മോഡുലേഷൻ ഉണ്ട്. ബേബി, അമ്മേ, അച്ഛ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അല്ല അങ്ങനെയല്ല, അമ്മ, ബേബി, അച്ഛ അങ്ങനെയുള്ളു. ഇയാൾ വിളിക്കുമ്പോ കുറച്ച് ശേഖരം കൂടുതലാ. അതിനു ഡാ ബേബിന്ന് വിളിച്ച നീ, അമ്മേന്ന് വിളിച്ച, അമ്മേന്ന് വിളിക്കേ, അമ്മേന്ന് വിളിക്കണ നീ, അമ്മേന്ന് വിളിക്കണ താഴ്ത്തിക്കോണേ. നമ്മൾ കൊടുങ്ങല്ലൂരിലുള്ള DDRസിലായിട്ട് പോയിട്ടുള്ളത്. അവിടെയാണെങ്കിൽ നമ്മുടെ അലീഷ ഉണ്ട്, നമ്മുടെ ഫ്രണ്ടിന്റെ വൈഫും കൂടിയാണ്. അപ്പൊ അവിടെ ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ഗൈസ്. വേറെ നല്ല ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് എനിക്ക് കുറച്ച് പേടിയാണ്. അതിപ്പോൾ ആർക്കും പേടിയില്ലാത്തതെന്ന് എനിക്കറിയാം, അല്ല എല്ലാവർക്കും പേടിയാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആ ഡെലിവറി ടൈമിൽ കുറേ ഇഞ്ചക്ഷൻ കുത്തി എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഇഞ്ചക്ഷനോട്. ഇതൊരു ഓടുണ്ടല്ലോ. ഒരുപാട് രക്തമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറിയാം ബ്ലഡ് കൊടുക്കാൻ ശരീരത്തിലില്ല എനിക്ക്, അതുകൊണ്ടാണ്. അപ്പൊ തൈറോയിഡ് ഞാൻ തൈറോയിഡ് ഞാൻ മുന്നേ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴും തൈറോയിഡിന്റെ പ്രശ്നമൊന്നല്ല, ക്ഷീണിക്കും തോന്നും. മേ ബി നമ്മൾ പിള്ളേരൊക്കെ നോക്കണോണ്ടായിരിക്കും എല്ലാവരും പറയണത്. ഈ പിള്ളേരൊക്കെ വലുതാകുമ്പോ ഞാൻ തടിച്ചു. അപ്പോഴോ എനിക്ക് അതെ, നിഖിൽ ചേട്ടന്റെ മറ്റേ ഫുഡ് കെയർ റൂട്ടീനൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫുഡ് കെയർ റൂട്ടീൻ ഒന്നും ഇല്ലടാ. നേന്ത്രപ്പഴം ഇപ്പൊ കണ്ടിന്യൂയിൽ എടുത്ത് കഴിക്കും, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് നന്നായിട്ട് കഴിക്കും. വീട്ടിലെ ഫുഡ് എന്തുണ്ടോ അത് നന്നായിട്ട് കഴിക്കും.
അതല്ലാതെ ഇന്ന ഫുഡ് അങ്ങനെ ഒന്നുമില്ല. ജിമ്മിൽ പോയി വന്നിരുന്നപ്പോ മാത്രം മറ്റേ മുട്ട പുഴുങ്ങിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം സ്പെഷ്യലായിട്ട് ആ ഒരു ടൈമില് ഫുഡില് കൂടുതലായിട്ട് കഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മള് വീട്ടിലത്തെ ഫുഡ് തന്നെയാണ്. ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം നേന്ത്രപ്പഴം ആണെന്ന് അല്ലേ? നേന്ത്രപ്പഴം ഉച്ചയ്ക്കുള്ള ഫുഡ് ഇതൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിത് നവയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് നവ ബുട്ടിക്ക്. ഇവിടെ നാട്ടിൽ ഞാൻ ഷൂട്ടിന് അതേപോലെ തന്നെ പേഴ്സണലി എനിക്ക് ഒക്കേഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വരാം. നമ്മുടെ കൊടുങ്ങല്ലൂർ തന്നെയാണ് സ്ഥലം. ശ്രീകാളേശ്വരി തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബുട്ടിക്ക് വരുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ നവ ബുട്ടിക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീകാളേശ്വരി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നവ ബുട്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ എന്നെ കാത്ത് നല്ല വെയിറ്റിംഗ് ആണ്. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ എനിക്ക് പുതിയ കുർത്താസൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കണം. അതേപോലെ ചേട്ടൻ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പോട്ടെ വാ. ഹായ് ഉണ്ണിച്ചേട്ടാ. ഇതാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട്, വേഗം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഷൂട്ടിന് ഡ്രസ്സ് ഒക്കെ എടുക്കുന്നത് കൊളാബ് ഡ്രസ്സ് എടുക്കുന്നതും ഇവിടെ നിന്നാണ്. പിന്നെ നിങ്ങൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല നല്ല ഡ്രസ്സുകൾ. തോന്നുന്നു കൂടുതലായിട്ടും ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ പല എല്ലാ രീതിയിലുള്ള വർക്കുകളും ചേട്ടൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്ക് ബ്രൈഡ്സിന്റെ ആണ് കുറച്ചും കൂടുതലായിട്ട് എൻക്വയറി വരുന്നത്. നല്ല ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഡിസൈനേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. മോളിലാണ് ഡിസൈനിങ് സംഭവങ്ങളൊക്കെ. അപ്പൊ പിന്നെ എന്നിട്ടാ ഇന്നിപ്പോ പുതിയ സംഭവങ്ങൾ എവിടെ? അപ്പൊ ഇതാണ് ഇവിടുത്തെ ചേച്ചിമാർ കേട്ടോ. അപ്പൊ എപ്പോ വന്നിട്ടുണ്ടെങ്കിലും ചേച്ചിമാരുടെ ഹെൽപ്പ് ഉണ്ടാവും. ഓരോ ഡ്രസ്സിന്റെ കാര്യത്തിനായാലും ട്രയൽ ചെയ്യുമ്പോഴൊക്കെ ആയാലും ഇത് കൊള്ളാം, ഇത് ഈ കളർ കൊള്ളാം എന്നൊക്കെ പറയുമ്പോ പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്ന ചേച്ചിമാരാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഞാനൊരു 1000 റേഞ്ചിലുള്ള സംഭവങ്ങൾ നോക്കാം. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാൻ പറ്റിയ 1-2 ഡ്രസ്സും നോക്കാം എന്നുള്ള രീതിയിലാണ്. ആദ്യം ഫംഗ്ഷന് ഡ്രസ്സ് നോക്കാം അല്ലേ? ചുരിദാർ നോക്കാം ചേച്ചി. ഏതൊക്കെയാണ്? എനിക്ക് ഈ ഡ്രസ്സാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല കളറ്, പിന്നെ നല്ല എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് ഈ സംഭവത്തിന്. അപ്പോൾ ഞാൻ നിഖിൽ ചേട്ടനോട് ചോദിച്ചപ്പോഴും ചേട്ടൻ പറഞ്ഞു നൈസാണ്, നിനക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കട്ടെ ഞാൻ. അപ്പോൾ അതേ ഈ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ. ബാക്കിലാണെങ്കിൽ ചേച്ചിമാർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ട് എനിക്ക് നൈസാണ്. പാൻറ്റ് കുറച്ചൊരു ലൂസ് ഉണ്ട്, അതൊന്നുമില്ലെങ്കിൽ ചുരുക്കാം അല്ലെങ്കിൽ അടി ലെങ്ത് ഒന്ന് കുറയ്ക്കാം. പക്ഷെ നൈസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇത് എന്തായാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നോക്കി ഇതൊരു കോട്ടണിൽ വരുന്ന ഒരു സ്കൈ ബ്ലൂ കളറുള്ളൊരു ചുരിദാറാട്ടോ. എൻ്റെ മനസ്സിലുള്ളൊരു കളർ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ചുരിദാർ എടുക്കണം എന്നാണ്. ഒരു ബ്ലൂ ഗ്രീൻ ആയിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്കൊന്ന് തപ്പി നോക്കാം. ഇതൊരു 1-1.5 കളറായിപ്പോയി അല്ലേ? ഇട്ടിടുന്ന് കറക്റ്റ് ഷേപ്പൊക്കെ ചെയ്തിട്ട് രസമായിരിക്കാനായിട്ട്. ഞാൻ ഇതിപ്പോൾ നോക്കിയിട്ട് എനിക്ക് വിചാരിച്ച കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു വെറും ഇങ്ങനത്തെ പ്ലെയിൻ ഒരു മെറ്റീരിയൽ, പക്ഷെ അല്ല, അതിൻ്റെ നെക്കിലാണെങ്കിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട്. നല്ല വീനെക്കായിട്ട് നല്ല കല്ലിൽ വർക്ക് വന്നിട്ടുണ്ട്. ഇതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഇതും നൈസാണ്. അതിൻ്റെ പാൻറ്റും എനിക്കിതിന് കറക്റ്റാട്ടോ. പിന്നെ കുറച്ച് ലൂസാണ്, കുറച്ചധികം ലൂസാണ്. എൻ്റെ ഷോളും ആയാലും നല്ല ഡീസൻറ്റ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. നൈസാണ് അതിൻ്റെ നെക്കൊക്കെ വരുന്നത്. അപ്പം ഇതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ ചുരിദാറും ഭയങ്കര ഇഷ്ടമായിട്ട് അതിലെന്താ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള 2 ചുരിദാർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്ത് വേറെ സെക്ഷൻ ഉണ്ട്, പാർട്ടി വെയർ ഗൗൺസ്, പിന്നെ പാർട്ടി വെയർ ഡ്രസ്സസ് ഒക്കെ ആയിട്ട് ഇവിടെ വേറൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ പുതിയ ഐറ്റംസ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സെറ്റ് ആക്കണം. ഇതൊക്കെ ലെഹങ്ക അല്ലേ ചേച്ചി? ലെഹങ്ക മോഡലൊക്കെ ആകുന്നുണ്ടല്ലേ? ഇവിടെ ഫുൾ പാർട്ടി വെയറിൻ്റെ ഒരു സംഭവം കേട്ടോ. നോക്കട്ടെ ചേച്ചി. കൊള്ളാം. ക്രോപ്പ് ടോപ്പ്. ഈ ലെഹങ്ക വരുന്നത് ഭയങ്കര ഹെവി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ 2000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഞെട്ടിപ്പോയി. കാരണം നമുക്ക് ഭയങ്കര അഫോർഡബിൾ അല്ലേ, നല്ല വർക്ക് വന്നിട്ടുള്ള നല്ല രസമുള്ള ലെഹങ്കയാണ്. നമുക്ക് ഒക്കേഷനൊക്കെ പിക്കാട്ടേ കാണണം. അപ്പം നമ്മൾ ഇട്ട് വരുമ്പോഴത്തെ ഇതേപോലെ ആയിരിക്കും. പക്ഷെ ഇത്രയും നല്ല റേറ്റ് പറയുന്നത് നല്ല ഹെവി ലെഹങ്ക കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അതേ ചേച്ചി വേറെ വെറൈറ്റി ഐറ്റം കൂടെ വന്നിട്ടുണ്ട്. കൊള്ളാലോ. ഇത് ക്രോപ്പ് ടോപ്പും പാലാസും ആണോ ചേച്ചി? ഇത് കൊള്ളാം. ഇത് ഹൽദിക്കൊക്കെ ഇടാൻ പറ്റിയ പോലത്തെയാണോ? ഹൽദി അല്ലേ? നൈസ്. കൊള്ളാം. ശരി. അപ്പോൾ
ആ ഓക്കെ. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ പീസ് നെക്കിൽ കൂടി ഇങ്ങനെ ഇടാൻ അല്ലേ? കൊള്ളാം, അടിപൊളിയാണ്. ഹൽദിക്ക് അല്ലെങ്കിൽ നല്ല പാർട്ടിക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ ഒരു എന്താ പറയുക പലാസോ വിത്ത് ക്രോപ്പ് ടോപ്പ് ആയിട്ട് വന്നിട്ട്, ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ നല്ല മോഡേൺ എന്താ പറയുക സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ ഒരു ഷോളും വരുന്നുണ്ട് നെക്കിൽ ഇങ്ങനെ കുടുക്കിയിടാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. ഞാനിത് വാങ്ങിക്കാനല്ല, ഇത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം തോന്നി ഇട്ട് നോക്കണം എന്ന്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴും വലിയ കുഴപ്പമില്ല തോന്നി. തിരക്കിലായതുകൊണ്ട് ക്രിസ്മസിന്റെ സ്റ്റോക്കൊക്കെ വന്നിട്ട് അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ, കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇത് ഇപ്പുറത്ത് വേറെ ടോപ്സ് ഒക്കെ ഉണ്ട്, മറ്റേ അഫോർഡബിൾ റേറ്റിലുള്ള ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കമാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ ടോപ്സ് ആണ്, കോഡ് സെറ്റ് പോലത്തുള്ള സംഭവങ്ങളുണ്ട്. അവിടെയാണെങ്കിൽ റെഡിമെയ്ഡ് ചുരിദാർ പാർട്ടി വെയർ ഗൗൺസ് ഒക്കെ ആയിട്ടാണ് അപ്പുറത്തെ സെക്ഷനിലുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അതായത് വെഡിങ്ങിന് ആയാലും അല്ലെങ്കിൽ വെഡിങ് പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും കുറേ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ലെഹങ്ക ഒക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. കോഡ് സെറ്റ് പോലത്തുള്ളതാട്ടോ. ടോപ്പും പക്ഷെ പാൻറ്റും ഇല്ലേ? ഇല്ല, ടോപ്പ് മാത്രമാണല്ലോ അത്. ഓക്കെ ഓക്കെ, നൈസ്. ഹലോ, ഉണ്ടല്ലോ, എനിക്ക് നോക്കട്ടെ. ഇത് എത്ര റേറ്റ് വരുന്നുണ്ട് ചേച്ചി? ഇതിന് 640 ഉള്ളൂ. കൊള്ളാം. ഓക്കെ, ഇത് എത്ര വരുന്നുണ്ട്? നെക്സ്റ്റ് ട്ടാ, ഇപ്പം എൻ്റെ ചുരിദാറിൽ ഏറ്റവും ഫേവറേറ്റ് കളറാണ് യെല്ലോ. ഞാൻ ഒരു യെല്ലോ കുർത്തിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് നല്ല ഭംഗിയുണ്ട്. സെയിം മോഡലാണ്, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് അല്ലേ, രസമല്ലേ അത്? നൈസല്ലേ ചെയ്ത് അല്ലേ? അതിൻ്റെ ഒപ്പം ഇതും വരുന്നുണ്ട്. പക്ഷെ അത് നൈസില്ല എനിക്ക്. സെയിം അതന്നെ. ഞാൻ ഇതുവരെയായിട്ടും ട്രൈ ചെയ്യാത്തൊരു സംഭവം ആലിയാക്കട്ടെ, ഞാൻ ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല. രസമുണ്ട് കാണാനായിട്ട്. സ്റ്റാഫാണോ ചേട്ടാ? അതെനിക്ക് ഇഷ്ടമായി, എനിക്ക് നൈസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് വിത്ത് ഇത് ബോട്ടം വരുന്നുണ്ട്. അതിന്റെ കളർ ചേഞ്ച് അല്ലടാ. നൈസ് നൈസ്. കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടാ. ഇത് കൊള്ളാം, അടിപൊളി. എന്നിട്ട് നന്നായി ചേരുന്നുണ്ടടാ. ഇതൊക്കെ കോട്ടണിൽ വരുന്ന ടോപ്പുകളാട്ടോ. എല്ലാം നല്ല രസമുണ്ട്. ഞാൻ ഇതിൽ 2-3 ഇട്ട് നോക്കി. അപ്പം എന്നോട് പറഞ്ഞു, ഇത് എന്തിനാ എല്ലാം ഇട്ട് നോക്കുന്നേ, നമ്മളൊന്നോ രണ്ടോ വാങ്ങിക്കാനല്ലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഡ്രസ്സിനനുസരിച്ച് നമുക്കത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവൻ പാഡഡ് ആണെങ്കിൽ അത് എടുക്കാം, അതല്ലെങ്കിൽ മറ്റേ ട്രാൻസ്പെറൻറ്റ് ബ്രാക്ക് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഡ്രസ്സ് ആണെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കമ്പനി വക ഡിസൈൻസ് തന്നെയാട്ടോ. ഇവിടുന്ന് തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ കൊണ്ടിട്ടിട്ടുള്ളൂ ഈ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ട്. ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫ്രോക്ക് പോലത്തെ, ഫ്രോക്ക് തന്നെയല്ലേ പറയാ, ഫ്രോക്ക് ഒരു സംഭവമാണ്. പിന്നെ അതേ ലെഹങ്ക, പിന്നെ അതേപോലെ തന്നെ കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് കേട്ടോ. കൊള്ളാലോ. ഇത് സ്കേർട്ടും ടോപ്പും തന്നെയാണല്ലോ അത്. ഇത് കൊള്ളാം. ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഡിസൈനേഴ്സ് തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ്. കുറേ ഓവർ കോട്ടും അതേപോലെ സ്കേർട്ടും ടോപ്പൊക്കെ ആയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ നോർമൽ ടോപ്പിൽ കുറച്ച് വർക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട്. അപ്പൊ ഗൈസ്, ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല. മോളിൽ നമുക്ക് വേറൊരു സെക്ഷൻ ഉണ്ട്, ഡിസൈനിങ് സെക്ഷൻ ഉണ്ട്. ഉണ്ണിച്ചേട്ടാ മോളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരക്കായിരിക്കോ? ഓക്കെ, പിള്ളേർ അവിടെ നല്ല വെഡിങ് തിരക്കിലാണ്. അപ്പൊ എന്തായാലും അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാം. അപ്പൊ ഇത് നമ്മളുടെ ഡിസൈനർ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് വെഡിങ് വർക്കുകളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിലായിട്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിടുത്തെ 2 പ്രധാനപ്പെട്ട ഡിസൈനേഴ്സ്. അപ്പൊ ഇത് എന്തോ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെഡിങ്ങിന്റെ ലെഹങ്കയുടെ ടോപ്പിന് വേണ്ടിയിട്ട് ഒരു റോസ് നെറ്റിൽ കുറെ സ്റ്റോൺസ് ഒക്കെ വെച്ച് നല്ല ഡിസൈനായിട്ടോ. അപ്പം ഞാൻ ഇത് ഒരു ടൈം വേറൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നല്ല പണിയാണ്, നല്ല ക്ഷമയോട് കൂടിയിട്ട് നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ്. ഞാൻ ഇവിടുന്ന് ഡിസൈൻ ചെയ്തൊരു ജാക്കറ്റ് ഉണ്ട്, അത് നല്ല അടിപൊളി തുണി, അതുപോലെ തന്നെ വർക്കുമാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു. ഒരു ബ്ലൗസിന് ബ്രൈഡൽ ബ്ലൗസാണത്. അടിപൊളി നല്ല ഹെവി വർക്കാണ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലാണ് കൂടുതൽ വർക്കുള്ളത്. ഉണ്ടല്ലേ, നൈസായിട്ടുണ്ടല്ലേ. അപ്പം ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ നിങ്ങൾ 2 പേരും കൂടിയിട്ടാണോ?
പ്രിപ്പയർ ചെയ്യാൻ? നമ്മുടെ ഹാൻഡ് വർക്കേഴ്സ്. ഓക്കെ, ശരി ശരി. ഡിസൈൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കും, ചേട്ടന്മാർ ചെയ്യും അല്ലേ? ഓക്കെ, അങ്ങനെയാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അളവെടുക്കാറുള്ളത് 2 പേരാട്ടാ. സാന്ദ്രയും ചേച്ചി ലക്ഷ്മി ചേച്ചിയാണ് അളവ് മെഷർമെന്റ് എടുക്കാറ്. ചേച്ചി ഇവിടുത്തെ സീനിയർ സിറ്റിസൺ ആണ്, പ്രത്യേകം പറയാൻ വേണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന അളവ് എല്ലാ തരത്തിലുള്ള അളവ് എടുക്കും. സിംഗിൾ ആയിട്ടൊരു ടോപ്പ് അടിക്കാൻ വേണ്ടിട്ടുണ്ടെങ്കിലും അല്ലേ, സ്ലീവ്ലെസ് ആയതും സ്ലീവ് ഉള്ളതും മുട്ടിന് മേലുള്ളതും താഴെയുള്ളതൊക്കെ എല്ലാതും എടുക്കും. അപ്പൊ അവരെന്നോട് പറയാറുള്ളത് ഏത് ടൈപ്പാണ് അടിച്ചു വരുമ്പോ രസമുള്ളത് നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാന്ന് പറയും. അപ്പൊ ഇത് അളവ് എങ്ങനെയാ വെച്ചാൽ ഓൺലൈൻ ആയിട്ട് എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, പക്കയായിട്ടത്? ഓൾമോസ്റ്റ് നമുക്ക് ഓൺലൈൻ ആയിട്ട് എടുക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ അവര് ഓൾറെഡി ഓൺലൈൻ മെഷർമെന്റ് എടുക്കണതൊക്കെ അവരോട് ഓൾറെഡി നമ്മൾ പറയാറുണ്ട്. കാരണം അവരെടുത്തു തരുന്ന മെഷർമെന്റ് ആണ് നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ഒരു ക്ലാരിറ്റിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക ചെയ്യണത്. അപ്പൊ അവരെടുത്ത് നമ്മൾ ഒരാളെ നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കുക എങ്ങനെ എടുക്കണ്ടേന്നുള്ളതൊക്കെ. അപ്പൊ നോർമലി സാന്ദ്രനെ തന്നെ നിർത്തിയിട്ടാണ് കാണിച്ചു കൊടുക്കുക. വീഡിയോ കോള് വിളിച്ച് വെച്ചിട്ട് മെഷർമെന്റ് ആളുടെ നമ്മൾ എടുത്തെടുത്ത് കാണിച്ചു കൊടുക്കും. അവരതുപോലെ തന്നെ നമുക്ക് കൊടുത്ത് ടാപ്പ് വെച്ചിട്ട് അവരെടുത്ത് തരും. അവരെല്ലാം റെഡി ആക്കിയിട്ടാണ് നമ്മൾ വിളിക്കുക. മെഷർമെന്റ് എടുക്കാനുള്ള എല്ലാ തിങ്സും എടുത്ത് വെക്കാൻ പറയും. എന്നിട്ട് ഒരു ടൈം കൊടുത്തിട്ട് നമ്മള് ഇവിടെ കസ്റ്റമർ വന്ന് പോണതനുസരിച്ചാ. നമുക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ ഓൺലൈൻ മെഷർമെന്റ് എടുത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വന്ന് അവര് വെയിറ്റ് ചെയ്യണ കാരണം നമ്മള് ഓൺലൈൻ മെഷർമെന്റ് എടുക്കുമ്പോൾ അവരോട് പറയും ഈ ടൈമിൽ നമുക്ക് നോർമലി വരുന്നത് 4:30 to 6:30 ആണ് ഡെലിവറി ടൈം വരുന്നത് നമ്മളുടെ. അപ്പൊ അതിന് ഉള്ളിൽ നമുക്ക് വോക്കിംഗ് കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും, കസ്റ്റമൈസ് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ അവര് പുറമേ നിന്ന് കൊണ്ടുവരണ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പൊ നമ്മൾ കസ്റ്റമർ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് പിന്നെ അവരുടെ ടൈം നമ്മുടെ ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് അവരുടെ സൗകര്യവും നമ്മുടെ സൗകര്യവും നോക്കിയിട്ടാണ് എടുക്കുക. അപ്പൊ നോർമലി ഒരു മിഡ് ടൈമിലാണ് അങ്ങനെ ഒരു ടൈം കിട്ടുക. 11:30 ആ സമയത്തൊക്കെ ആവുമ്പോൾ അവരും കുറച്ചുകൂടി ഫ്രീ ആവും. നമുക്ക് അങ്ങനെ നോക്കിയിട്ടാണ് എടുക്കണത്. ഇത് യൂണിഫോം ആയിട്ട് അല്ല, ഇത് നമുക്ക് ഇതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവിടത്തേക്കല്ല പുറത്തേക്കാണ്. ന്യൂസിലാൻഡിലുള്ള ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നിരിക്കുന്നതാണ്. അവരുടെ 2 മക്കൾക്കും വേണ്ടിയിട്ടുള്ളത്, വലിയ കുട്ടിക്കും ചെറിയ കുട്ടിക്കും വേണ്ടിയിട്ടുള്ള. നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഓൺലൈൻ മെഷർമെന്റ്സ് ആണ് എടുക്കുക. നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് അവരുടെ മെഷർമെന്റ്സ് എടുക്കും. മെറ്റീരിയൽസ് നമ്മുടെ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളതാണ്. ടെസറിന്റെ മെറ്റീരിയലും അതിന് കോമ്പിനേഷൻ വന്ന ഒരു മെറ്റീരിയൽ പിന്നെ മാച്ച് ചെയ്ത് ടസിൽസ് ഇട്ടിട്ടുണ്ട്. ചെയ്തെടുത്തേക്കുന്ന ഇത് ടസിൽസ്. മാച്ച് ചെയ്യാനായിട്ട് കുഞ്ചലം എന്നൊക്കെ പറയും. കൊള്ളാം. നൈസ് ആയിട്ടുള്ള നല്ല ലുക്ക് ഉണ്ട് കാണാൻ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് കാണാനായിട്ട്. ഫുള്ള് നിർത്തേക്ക് ഇത് സ്കേർട്ട് വരും. അത് ടൈ ചെയ്യണ പോലെയാണ്. ഓൺലൈൻ മെഷർമെന്റ് ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ ടൈ ആണ് പ്രിഫർ ചെയ്യുക. കോമ്പിനേഷൻ അപ്പൊ ഇതേപോലത്തെ നല്ല ഡിസൈൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിക്കോട്ടെ. അപ്പൊ നമ്മുടെ നവ്യയ്ക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം മനസ്സിനാണെങ്കിൽ ഡിസൈൻസ് ഒക്കെയോ നമ്മുടെ സാന്ദ്ര ചേച്ചിയുടെ എടുത്താലും ലക്ഷ്മി ചേച്ചിയുടെ എടുത്താലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതേപോലെ തന്നെ അടിപൊളിയാക്കി ചെയ്തു തരും അല്ലേ ചേച്ചി? പിന്നല്ലാതെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ കസ്റ്റമറിന് പല റെഫറൻസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു മിനിമൽ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഒരുപാട് വർക്കുള്ളതൊക്കെ കാണുമ്പോൾ എല്ലാവരും അയ്യോ ഇത് ഭയങ്കര റേറ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേണ്ട സ്കിപ്പ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ നമുക്കത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ അവരുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയില് മീൻസ് നല്ല ക്വാളിറ്റി ആകുമ്പോ അതനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റും വരും എന്നുള്ളൊരു സംഭവമാണ്. നല്ല നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് അത് നോക്കിയിട്ടൊക്കെയാണ് വരിക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ വിഷമിക്കേണ്ട. മീൻസ് അതേപോലെ തന്നെ കാണുന്ന അതേ രീതിയിലുള്ള സംഭവം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്ത്. അതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഷൂട്ടിന് ബ്രൈഡിന്റെ ഷൂട്ടിന് ക്രിസ്ത്യൻ ബ്രൈഡിന്റെ ഷൂട്ടിന് ഈ ഒരു ഫ്രോക്ക് ഒരു തരംഗമായിരുന്നു. കുറെ പേർക്ക് പല പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പഫ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ 2 സാന്ദ്രയും ലക്ഷ്മി ചേച്ചിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചേച്ചി കുറെ പേര് പറഞ്ഞു ഈ ഒരു സ്ലീവ് കുറച്ച് കുറയ്ക്കായിരുന്നു, ഭയങ്കര ഹെവി ആയിട്ടില്ല എന്നൊക്കെ ചോദിച്ചുട്ടാ. അപ്പൊ ചേച്ചി അത് എന്ത് മനസ്സിൽ കണ്ടാണ് അങ്ങനത്തെ ഒരു സ്ലീവ് വെച്ചത്? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കും എന്താ പറയാ ആ ഒരു ഫോട്ടോ അതിന്റെ ഔട്ട്പുട്ട് വന്നപ്പോൾ നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ബ്രൈഡിന്റെ ഒരു കോസ്റ്റ്യൂം വിട്ടിട്ട് നല്ല ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് സംഭവം. നമുക്ക് നോർമലി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെയിം ആയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി സ്ലീവ്ലെസ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഇതാണ് നോർമലി ചെയ്യാറുള്ളത്. ഇപ്പോ വെഡിങ് പർപ്പസ് ആയിട്ട് വരുമ്പോൾ സ്ലീവ്ലെസ് കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ട്, ട്രാൻസ്പെറന്റ് കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ആളുടെ ബോഡിയും കൂടി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ കീർത്തന ഒരുപാട് വണ്ണമില്ലാണ്ട് സ്ലിം ആയതുകൊണ്ട്
അതിന് പറ്റിയൊരു ടൈപ്പ് ആയിട്ടാണ് നോക്കണത്. അപ്പൊ നോക്കിയപ്പോ എനിക്ക് തോന്നി കുറച്ച് വെസ്റ്റേണിഷ് ടൈപ്പ് ആയിട്ട് ചെയ്താലായിരിക്കും കുറച്ചും കൂടി ലുക്ക് കൊടുക്കാൻ തോന്നി. ഭയങ്കര മോഡേൺ ആയിരുന്നു സംഭവം. പള്ളിയിലൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസ് ചേച്ചി കണ്ടില്ലേ? ഞാൻ കണ്ടായിരുന്നു. അത് നൈസായിരുന്നു സംഭവം. അത് നിക്കുമ്പോ തന്നെ നല്ലൊരു എലഗന്റ് ലുക്ക് ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നമുക്കൊരു യൂറോപ്യൻ വെസ്റ്റേണിഷ് സ്റ്റൈലായിട്ട് നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റേ നന്നായിട്ട് സ്ലിം ആയിരിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഡിസൈൻ ആട്ടോ. ഈ ഒരു ഇവിടെ തൊട്ടല്ല പഫ് വന്നിട്ടുള്ളത്, അതിന്റെ ഇവിടെ തൊട്ടിട്ട് ഇവിടത്തോളം വരെ ഒരു ഹാഫ് സ്ലീവ് വരെ നമുക്ക് വേറൊരു സംഭവമായിരുന്നു കേട്ടോ. ഒരു നല്ല ഡ്രസ്സായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ ബാക്കിലും കുറച്ച് അലങ്കാര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിലും കുറച്ച് ഡെപ്തിൽ ട്രാൻസ്പെറൻസി കൊടുത്തിട്ട് ടൈപ്പ് പോർഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ അടുത്ത് ചെയ്തൊരു 4 ദിവസം കൊണ്ട് ചെയ്തെടുത്തൊരു വർക്കാട്ടോ. ഇത് ടോപ്പാണ്, വെൽവെറ്റിൽ വരുന്ന ടോപ്പിൽ. ഇത് ഫുള്ളും അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ സ്കേർട്ടും ഉണ്ടായിരുന്നു. പാറൂസിനൊക്കെ പറ്റി ബർത്ത്ഡേക്കൊക്കെ പറ്റിയ ടൈപ്പ് അടുത്ത ബർത്ത്ഡേക്ക് അല്ലേ നല്ല കുട്ടികളുടെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ? ഡിസൈൻ ചെയ്തിട്ടുള്ളതാട്ടോ, ചുമ്മാ റെഡിമെയ്ഡ് അല്ല. നൈസാണിത് അല്ലേ? പിന്നെ ഇതിന് മാച്ച് ചെയ്തിട്ട് കുട്ടികളുടെ ഡ്രസ്സുകള്, അതിന്റെ ബോ, ടൈ, അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഐറ്റംസ്. ഇത് നൈസാണിത്. ഹെയർ ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഹെയർ ബാൻഡ്സ്. ഞാൻ അവിടെ ചെന്നപ്പോഴും ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വന്നവരുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകണവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പം നമ്മുടെ ഐനൂസ് ആണെങ്കിൽ ഈ ഒരു ചേട്ടൻ്റെ കയ്യിലായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന പയ്യനാണ്. ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയി. നന്നായിട്ട് അതിനെക്കുട്ടനെ നോക്കിയത് കേട്ടോ. അപ്പോൾ താഴെയും ഒരു ചേട്ടനുണ്ടായിരുന്നു, അവന് കോലുമിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ ഹാപ്പി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഞാൻ തിരിച്ച് താഴത്തെ എത്തിയപ്പോൾ ഒരു കസ്റ്റമർ നോക്കി വെച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ ഈ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇട്ട് നോക്കി, സ്ലീവ്ലെസ് ആയിട്ട് പലാസോ പാൻ്റായിട്ട് നല്ല ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിഖിലേട്ടൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി എന്ന് പറഞ്ഞു. പോവാം, സെറ്റാണ്. അപ്പം നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നേരത്തെ നോക്കിയ 2 ചുരിദാർ അങ്ങോട്ട് പൊക്കിയിട്ടുണ്ട്. പുണിച്ചേട്ടാ പോട്ടെ. പിന്നെ ആനിവേഴ്സറി ഒക്കെ വരാൻ പോകും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ നമ്പർ അപ്പം എന്തായാലും കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വേറെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ? ഇല്ല, അതെല്ലാം കൊടുത്ത് സെറ്റ് ആക്കിക്കോളാം. സബ്സ്ക്രൈബേഴ്സിനെ വിഷമിപ്പിക്കരുത്. പിന്നെ വേറെ കാര്യം, നമ്മൾ ഷൂട്ടിന്റെ ഒരു കോസ്റ്റ്യൂം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു അടുത്തൊരു ട്രഡീഷണൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ വരണ്ട നോക്കാൻ വേണ്ടിട്ട് എന്നാ സൗകര്യം പോലെ ഒരു ദിവസമായോ നമുക്കത് ചെയ്യാം. ഇറങ്ങട്ടെ ഞങ്ങള്. ബൈ 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 പറഞ്ഞ മാമൻ ബൈ പറ. ടാറ്റാ ബേബി വിളിച്ചേ. ബൈ മാമ വിളിച്ചേ. ബൈ പറ. ഒരു ഹൈഫൈ കൊടുത്ത മാമന്. നമ്മളപ്പോൾ അവിടെ കിടന്ന ഒരു പച്ച ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കട്ടെ. ഇപ്പോൾ സമയം 2:45 നമ്മുടെ അയനക്കൂട്ടന് മാമ കൊടുക്കണം. അപ്പം ഞാനൊരു ബീഫ് ബിരിയാണിയും നീൽച്ചേട്ടൻ ഒരു ഫിഷ് ബിരിയാണിയും പറഞ്ഞു. ബീഫ് ബിരിയാണി എത്തിയിട്ടാ. ബീഫ് ബിരിയാണിയിലാണെങ്കിൽ ഒരുപാട് ബീഫ് ഉണ്ടായിരുന്നു കഴിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ബീഫുള്ളൊരു ബിരിയാണി കഴിക്കുന്നത്. നമ്മൾ ഹോട്ടൽ അശ്വതി നാട്ട കഴിച്ചത്. അപ്പോൾ അവനും വാരി കൊടുത്തു. അവൻ ഹാപ്പി ആയിരുന്നു. ഫോണും വെച്ച് കൊടുത്തു. കാരണം നമ്മൾ ഒട്ടും ഫോൺ അവന് വെച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഇതേപോലെ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം കുറച്ചേരം ഞാൻ കാണിച്ചു കൊടുക്കും വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് കാറിൽ വന്ന് കയറുമ്പോഴാണ് നമ്മൾ അപ്പുറത്തൊരു BMW എടുക്കുന്നത്. അപ്പം നിഖിലേട്ടാ തന്നെ കാണിച്ചു നിൽക്കണ്ട, ഈത്തും അപ്പുറത്തെ BMW. ഞാൻ പറഞ്ഞു വലിയ വ്യത്യാസമൊന്നുമില്ല, കാഴ്ചയിൽ ചെറിയൊരു വ്യത്യാസം. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിയാണ് കേട്ടോ ഗൈസ്. അപ്പം അങ്ങനത്തെ എത്രയ്ക്കുള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ എഴുതി അറിയിക്കണം. എന്നാലേ നമുക്ക് ഏതൊക്കെ തരത്തിലൊക്കെ ഇമ്പ്രൂവ് ആവുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.